ദൈവരാജ്യം എന്നത് ഭക്ഷണവുമല്ല, പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. എപ്പോഴാണ് ഒരു ദൈവപൈതലിന് സന്തോഷിക്കാൻ സാധിക്കുന്നത്? അവൻ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നത് എങ്കിൽ അവന് സന്തോഷമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന് എപ്പോഴും സന്തോഷമായിരുന്നു. എന്താ കാരണം? ഒരിക്കൽ പോലും തൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യാതെ എപ്പോഴും പിതാവിൻ്റെ ഹിതം മാത്രം ചെയ്തു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഹിതം ഒരു ദിവസം നമുക്ക് നിറവേറ്റാൻ സാധിച്ചാൽ അന്ന് എത്ര വലിയ സന്തോഷമായിരിക്കും. ദൈവത്തിൻ്റെ ഹിതം ഒരു ദിവസം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ആ ഖേദം വല്ലാത്ത ഖേദമായിരിക്കും. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം, അതൊരു കൽപ്പനയാണ്. ഈ ലോകത്തിന് അനുരൂപരാകരുത്, അതൊരു കൽപ്പനയാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, അതൊരു കൽപ്പനയാണ്. മാത്രമല്ല നന്മയും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയണം, അതും ഒരു കൽപ്പനയാണ്. ഇന്ന് നമ്മൾ ദൈവഹിതം തിരിച്ചറിയുക ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുക. ഓരോ വിശ്വാസിയും ആ വിശ്വാസിയെ സംബന്ധിച്ചിട്ടുള്ള ദൈവഹിതം തിരിച്ചറിയണം. അതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അത് തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അതിനെക്കുറിച്ച് ചില കാര്യങ്ങളാണെന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 12:1-2 വാക്യങ്ങൾ വായിക്കട്ടെ. ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപരാകരുത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. എന്നാൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഈ ദൈവഹിതം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ചുരുങ്ങിയത് 3 വിഭാഗമുണ്ട്. പരമാധികാരി എന്ന നിലയിൽ ദൈവത്തിന് എല്ലാത്തിൻ്റെ മേലും നിയന്ത്രണമുണ്ട്. ദൈവം സർവശക്തനും സർവ്വവ്യാപിയുമാണ്. എല്ലാവരും ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ ദൈവം സൃഷ്ടിച്ചു. അതുകൊണ്ട് ഈ സൂര്യനും ചന്ദ്രനും നാം കാണാത്ത വാനഗോളങ്ങളും ഒക്കെ ദൈവഹിതപ്രകാരമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാധികാരി എന്ന നിലയിൽ ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ചലിക്കുന്നത്. എഫേസ്യ 1:11 തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം. എല്ലാം പ്രപഞ്ചത്തിലെ സകല ശക്തിയും സകലവും തൻ്റെ ഹിതപ്രകാരമാണ് നടക്കുന്നത്. മാത്രമല്ല യോബ് 42:2 നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശ്യമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. രാവിലെ സൂര്യൻ ഉദിക്കുന്നു, വൈകിട്ട് അസ്തമിക്കുന്നു. ഇത് ദൈവഹിതപ്രകാരമാണ്. നമ്മൾ പ്രാർത്ഥിച്ചാലും ശരി, പ്രാർത്ഥിച്ചില്ലെങ്കിലും ശരി, ഇത് നടക്കും. പരമാധികാരി എന്ന നിലയിൽ ദൈവം സകലത്തെയും തൻ്റെ വചനത്താൽ ഉളവാക്കി തൻ്റെ വചനത്താൽ തന്നെ പരിപാലിക്കുകയാണ്, ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും. എബ്രായ ലേഖനം 1:3 വാക്യത്തിൽ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. അപ്പം ഈ പ്രപഞ്ചം മുഴുവൻ ആരാണ് വഹിച്ചു നിർത്തിയിരിക്കുന്നത്? സർവശക്തനായ കർത്താവാണ്. നാം ഇരിക്കുന്നത് ആരുടെ കരത്തിലാണ്? കർത്താവിൻ്റെ കരത്തിലാണ്. കർത്താവാണ് ഈ ഭൂമിയെ താങ്ങി നിർത്തിയിരിക്കുന്നത്, സകലത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത്. പരമാധികാരി എന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ ഹിതം പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും അതനുസരിക്കുകയാണ്. എന്താ കാരണം? ഈ സൂര്യനും ചന്ദ്രനും മരത്തിനും മൃഗങ്ങൾക്കും ഒന്നും തിരഞ്ഞെടുക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് ഒരിക്കൽ പോലും ഭൂമി ദൈവത്തിൻ്റെ നിയമം തെറ്റിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ദൈവഹിതത്തിൽ നിന്ന് ചന്ദ്രൻ വഴി വിട്ടു മാറിയിട്ടില്ല. കാരണം അവർക്ക് തിരഞ്ഞെടുക്കാനൊരു സ്വാതന്ത്ര്യമില്ല, ഒരു ദേഹിയില്ല. അതുകൊണ്ട് എപ്പോഴും ദൈവഹിതം പൂർണ്ണമായി അവരിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ദൈവഹിതം, സകല മനുഷ്യരെയും സംബന്ധിച്ച് ദൈവത്തിന് പൊതുവായൊരു ഹിതമുണ്ട്. ഒന്ന് പ്രപഞ്ചത്തെ സംബന്ധിച്ച ദൈവഹിതം. പക്ഷെ സകല മനുഷ്യരെയും സംബന്ധിച്ചിട്ടുള്ള ദൈവഹിതം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റപ്പെടുന്നില്ല. എന്താണ് കാരണം? മനുഷ്യന് തിരഞ്ഞെടുക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ഇനി എല്ലാ മനുഷ്യരെയും സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ ഹിതം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? എല്ലാ മനുഷ്യരെയും സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ ഹിതം, ഓരോ മനുഷ്യനും ഇങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. മനുഷ്യൻ ആരെ ആരാധിക്കണം, എന്തിനെ ആരാധിക്കരുത്, മനുഷ്യൻ എങ്ങനെ വിശുദ്ധ ജീവിതം ജീവിക്കണം, ആരെ സ്നാനപ്പെടുത്തണം, എന്തിന് സ്നാനപ്പെടണം, വിഗ്രഹങ്ങളെ എന്തുകൊണ്ട് ആരാധിക്കാൻ പാടില്ല, എന്താണ് ആത്മീയമായ ആരാധന, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ദൈവഹിതം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കാൻ പറ്റും.
എല്ലാ മനുഷ്യർക്കും പരിപൂർണ മനുഷ്യനാകാൻ സാധിക്കും. മനുഷ്യനെ തെറ്റിദ്ധരുത്താനും ഗുണീകരിക്കുവാനും സഹായിക്കുന്നത് വിശുദ്ധ ബൈബിളാണ്. ബൈബിളിൽ ദൈവത്തിൻ്റെ ഹിതം, മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. സകല മനുഷ്യരെ സംബന്ധിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. കൊല്ലരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്. 2 തീമോത്തിയോസ് 3:16-17 വാക്യങ്ങൾ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും തിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. എന്നാൽ മനുഷ്യൻ തന്നെ സംബന്ധിച്ചിട്ടുള്ള ദൈവഹിതത്തിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നത്. എന്താ കാരണം? പ്രപഞ്ചശക്തികൾ ദൈവത്തെ അനുസരിക്കുന്നു. മനുഷ്യനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവൻ ദൈവഹിതമല്ല പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും വ്യക്തിപരമായി ദൈവത്തിനൊരു ഹിതമുണ്ട്. പ്രപഞ്ചത്തെ സംബന്ധിച്ച് ദൈവത്തിനൊരു ഹിതമുണ്ട്, അത് നിറവേറുന്നു. മനുഷ്യരെ സംബന്ധിച്ച് ദൈവത്തിനൊരു ഹിതമുണ്ട്, അത് ബൈബിളിൽ നമുക്ക് കാണാം. ഇനി ഇതുകൂടാതെ ഓരോ വിശ്വാസിയെ സംബന്ധിച്ച് വ്യക്തിപരമായി ദൈവത്തിൻ്റെ ഹിതമുണ്ട്. ആ വ്യക്തിപരമായ ദൈവഹിതം മനസ്സിലാക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഈ ലോകത്തിന് അനുരൂപരാകരുത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നന്മയും പൂർണ്ണതയും ദൈവപ്രസാദവുമുള്ള ദൈവഹിതം തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും എല്ലാം വ്യക്തിപരമായ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായ ദൈവഹിതം എനിക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? എനിക്ക് ദൈവഹിതം തിരിച്ചറിയുന്നില്ല എങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക. എനിക്ക് അറിഞ്ഞുകൂടെ, എന്നെ സംബന്ധിച്ചുള്ള ദൈവം എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്ക് പറഞ്ഞു തരണം. യാക്കോബ് 1:5 നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. കർത്താവ് പറഞ്ഞു, അന്വേഷിക്കുവിൻ കണ്ടെത്തും. കർത്താവ് എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതം എനിക്ക് അറിയുകയില്ല, എനിക്കതൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം വെളിപ്പെടുത്തി തരും. സങ്കീർത്തനം 32:8 ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇനി ഈ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമുക്ക് വല്ല നഷ്ടവും സംഭവിക്കുമോ? ഇനി നമ്മൾ ദൈവത്തിൻ്റെ ഹിതം ചെയ്യാതെ ജീവിച്ചാൽ നമുക്ക് എന്ത് നഷ്ടമായിരിക്കും സംഭവിക്കുക? മത്തായി 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. യോഹന്നാന്റെ ലേഖനം നമ്മൾ പറയുന്നുണ്ട്, ലോകവും അതിൻ്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ എന്നേക്കും ഇരിക്കും. അപ്പോൾ ദൈവഹിതം ചെയ്താൽ മാത്രമേ എന്നേക്കും ഇരിക്കുകയുള്ളൂ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവരല്ല. വിശ്വാസി എന്ന പേരുള്ള എല്ലാവരും ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവരല്ല. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം ചെയ്താലേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ. കൃപയാലാണ് രക്ഷ, ശരിയാണ്. പക്ഷേ ദൈവഹിതം ചെയ്താൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, ഈ ലോകത്തിന് അനുരൂപമാകരുത്. അപ്പോൾ നന്മയും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ സാധിക്കും. ഇനി യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ ആരാണ്? യേശുക്രിസ്തുവിൻ്റെ സഹോദരി ആരാണ്? കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, എൻ്റെ ഹിതം പാലിക്കുന്നവനാണ്, എൻ്റെ വചനം കേട്ട് അത് പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. നാം കർത്താവ് യേശുവിൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ആകണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റണം. കർത്താവിന് പക്ഷഭേദമല്ല. മറിയമാണ് എന്നെ പ്രസവിച്ചത്, അതുകൊണ്ട് മറിയത്തിനാണ് ഞാൻ കൂടുതൽ സ്ഥാനം കൊടുക്കുക, നിങ്ങൾക്കൊന്നും സ്ഥാനം തരികയില്ല എന്ന് ഒരിക്കലും കർത്താവ് പറയുകയില്ല. കാരണം കർത്താവ് മാനുഷികമായിട്ടുള്ള സ്നേഹബന്ധങ്ങളെയൊക്കെ അതിജീവിച്ച് ദൈവസ്നേഹത്തിൽ നിറഞ്ഞവനായിരുന്നു. അതുകൊണ്ട് ഈ കർത്താവിനെ വചനം ആര് പാലിക്കുന്നുവോ അവരൊക്കെയും മറിയത്തോട് തുല്യമാണ്. നമ്മൾ രക്ഷയിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയിട്ടാണോ ജീവിച്ചത്? നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയിട്ടല്ല ജീവിച്ചത്, നമ്മുടെ ജഡത്തിൻ്റെ ഹിതം നിറവേറ്റിയിട്ടാണ് നമ്മൾ ജീവിച്ചത്. നമ്മുടെ മനോവികാരങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ജഡത്തിന് ഇഷ്ടമുള്ളത് ചെയ്തിട്ടാണ് ജീവിച്ചത്. എന്നാൽ രക്ഷിക്കപ്പെട്ടാൽ തുടർന്ന് നാം ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് ജീവിക്കണം. ഒരു കാലത്ത് നമ്മുടെ ശരീരം കൊണ്ട് അതിൻ്റെ മോഹം അനുസരിച്ച് നാം മുന്നോട്ട് പോയി, സ്വന്തം ഹിതപ്രകാരം മുന്നോട്ട് പോയി. നമ്മിൽ പലരും എത്ര കടുംപിടുത്തക്കാരായിരുന്നു അല്ലേ, എത്ര പിടിവാശിക്കാരായിരുന്നു, ഒരു ഇഞ്ചിന് കുറയില്ല പലരും. എന്നാൽ ഇനി അങ്ങനെയല്ല. ഇനി ഈ ശരീരത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം
എൻ്റെ ജഡത്തിൻ്റെ ആസക്തി അനുസരിച്ചല്ല, ദൈവഹിതപ്രകാരം ഞാൻ ജീവിക്കും. അങ്ങനെ ജീവിക്കണമെന്നാണ് കൽപ്പന. പത്രോസ് എഴുതിയ ലേഖനം എടുക്കാം. 1 പത്രോസ് 4:2 ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നാം ഏതെല്ലാം സൽപ്രവൃത്തികൾ ചെയ്യണമെന്ന് ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ദൈവം മുന്നൊരുക്കിയ ആ സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നാം മരിക്കാതെ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നത്. നാം എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മളല്ല, നാം ജനിക്കുന്നതിന് മുമ്പ് സർവശക്തനായ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇപ്പോൾ നാം ദൈവഹിതം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന ആ വഴിയിലൂടെയാണ് ഞാൻ ചരിക്കുന്നതെങ്കിൽ മാത്രമേ ഞാൻ ദൈവഹിതം നിറവേറ്റി ജീവിക്കുന്നവനാണെന്ന് എനിക്ക് അവകാശപ്പെടാൻ സാധിക്കൂ. കാരണം ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ഉലക സ്ഥാപനത്തിന് മുമ്പ് തന്നെ നാം ഈ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു രൂപരേഖ ദൈവം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാണോ നാം ഇപ്പോൾ പ്രാവർത്തികമാക്കുന്നത് എങ്കിൽ നമുക്ക് പറയാം, ഞാൻ ദൈവഹിതത്തിൻ്റെ കേന്ദ്രത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന്. എഫേസ്യ ലേഖനം 2:9-10 വാക്യങ്ങൾ നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, ഞാൻ ചെയ്തു പോരേണ്ടതിന് അങ്ങ് മുന്നമേ ഒരുക്കിയിട്ടുള്ള ആ സൽപ്രവൃത്തി എന്താണ്, അത് എനിക്ക് കാണിച്ചു തരണമേ. ഞാനിവിടെ വേറെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാനിവിടെ ദൈവഹിത പ്രകാരമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ, എനിക്ക് നല്ലതാണെന്ന് എൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ ചെയ്തു പോരേണ്ടതിന് അങ്ങ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അതിനായിട്ട് ആത്മാർത്ഥമായി ദാഹിച്ചാൽ തീർച്ചയായിട്ടും ദൈവം തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരും. ആർക്കാണ് ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തി തരുന്നത്? അതിനുവേണ്ടി ആത്മാർത്ഥമായി ദാഹിക്കുന്നവന്. പലർക്കും അത്ര ദൈവഹിതത്തിനായിട്ടുള്ള ദാഹമൊന്നുമില്ല. കാരണം അവർ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം അഥവാ എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ പിന്നെ എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ അതിനേക്കാളും നല്ലത് ഇപ്പം ഇങ്ങനെ പോകട്ടെ. പ്രേമളയിൽ അത് ഭോഷത്വമാണ്. നമ്മെ സംബന്ധിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ഹിതം നമുക്ക് ഏറ്റവും ക്ലേശം തരുന്നതല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ദൈവഹിതം മാത്രമേ നിറവേറാൻ പാടുള്ളൂ. നമ്മുടെ ഭോഷത്വം കൊണ്ടാണ് അയ്യോ ദൈവഹിതം നിറവേറുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ആകുമല്ലോ എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിഹീനരാകരുത്. ദൈവഹിതം നമ്മൾ തിരിച്ചറിയണം. ഇത് ദുഷ്കാലമാണ്. ഈ ലോകത്തിന് അനുരൂപമാകരുത്. ലോകക്കാർ ദൈവഹിതപ്രകാരമല്ല ജീവിക്കുന്നത്. എഫേസ്യ ലേഖനം 5:15 വാക്യം ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായല്ല ജ്ഞാനികളായത്രേ നടക്കുവാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. പ്രിയമുള്ളവരെ, ഈ ദൈവഹിതത്തെക്കുറിച്ചുള്ളൊരു പരിജ്ഞാനം നമുക്ക് ലഭിക്കുക അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഓരോ വിശ്വാസിക്കും അവനവനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമൊന്ന് തിരിച്ചറിയാൻ സാധിക്കുക അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊളോസ്യ വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ ഹിതത്തെ സംബന്ധിച്ചിട്ടുള്ള പരിജ്ഞാനം, അറിവ് ഒന്ന് ലഭിക്കാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിൽ പലരും ദൈവഹിതത്തെക്കുറിച്ചുള്ളൊരു പരിജ്ഞാനം അഥവാ അറിവ് എനിക്ക് ലഭിക്കണം, അതിനെക്കുറിച്ച് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പൗലോസിനെ സംബന്ധിച്ച് വിശ്വാസികൾ ദൈവഹിതത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം തിരിച്ചറിയണം, അതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വിശ്വാസികൾ ദൈവഹിതത്തെക്കുറിച്ചുള്ള ജ്ഞാനം നേടിയാൽ മാത്രമേ അവർക്കത് പ്രാവർത്തികമാക്കാൻ സാധിക്കൂ. നമ്മെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നമുക്ക് തിരിച്ചറിയാതെ നമുക്കങ്ങനെ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കും. എന്നാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കിയാൽ നാം ദൈവത്തിന് പൂർണ്ണ പ്രസാദമുള്ളവരായിട്ട് മാറും. കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. ഓക്കെ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് 100% ആ വഴിയിലൂടെ പോകുന്നവരാണ് ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദത്തിന് വിധേയരായവർ. കൊളോസ്യർ 1:9-10 വാക്യങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി, ശ്രദ്ധിക്കുക, പൂർണ്ണ പ്രസാദമുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദം നേടുക. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന്. കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണമെങ്കിൽ ദൈവഹിതം ഓരോരുത്തരും തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്.
കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അവൻ്റെ ഇഷ്ടത്തിൻ്റെ, ദൈവഹിതത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. നമുക്ക് പ്രാഥമികമായിട്ട് ദൈവമേ, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ എനിക്ക് 100% താല്പര്യമാണ്, അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കേൾക്കും. അതായത് ദൈവഹിതം ചെയ്യാനുള്ളൊരു ഇഷ്ടം നമുക്കുണ്ടാകണം. ദൈവഹിതം മനസ്സില്ലാ മനസ്സോടെ ചെയ്യുകയല്ല, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദാവീദ് ഭക്തനായിരുന്നു. ദാവീദിൻ്റെ ആഗ്രഹം ദൈവത്തിന് ഹിതം ചെയ്യണം. ദൈവത്തിന് ഹിതം ചെയ്യുവാൻ ആഗ്രഹമുള്ള ദാവീദ് പൂർണ്ണനായൊരു മനുഷ്യനായിരുന്നില്ല. ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ വന്നിട്ടുണ്ട്, വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ദൈവം എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞില്ല? അവൻ മാനസാന്തരപ്പെട്ടു, വീണ്ടും പഴയ വീഴ്ചയിലേക്ക് തിരിഞ്ഞു പോയില്ല. മാത്രമല്ല, ഈ ദാവീദിൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ട്, ദൈവമേ എനിക്ക് നിൻ്റെ ഹിതം ചെയ്യണം. അങ്ങനെ ദൈവത്തിന് ഹിതം ചെയ്യാനുള്ള വലിയൊരു തീഷ്ണത, ആഗ്രഹം ദാവീദിനുള്ളത് കൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായിട്ട് മാറി. എന്തുകൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വ്യക്തിയായി മാറി? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള അടങ്ങാത്ത ആഗ്രഹം ദാവീദിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ചില ബലഹീനതകളോ വീഴ്ചകളോ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവഹിതം ചെയ്യുവാനുള്ള അടങ്ങാത്തൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമുക്കും ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയാകാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയാകാൻ സാധിക്കും. കേവലം ദാവീദിന് മാത്രമല്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:22 അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷനായി കണ്ടു, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരു ക്രിസ്ത്യാനി അനുഗമിക്കേണ്ടത് കർത്താവായ യേശുവിനെയാണ്. ഒരു ക്രിസ്ത്യാനി മാതൃകയാക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. എന്താണ് നമുക്ക് കർത്താവായ യേശുവിൽ കാണാൻ കഴിയുന്നത്? യേശു പറയുകയാണ്, ഞാൻ എൻ്റെ ഹിതം ചെയ്യാനല്ല താല്പര്യപ്പെടുന്നത്, സ്വർഗസ്ഥനായ പിതാവേ, ഞാൻ അങ്ങയുടെ ഹിതമാണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഒരിക്കൽ പോലും സ്വന്തം ഹിതം ചെയ്യാതെ എപ്പോഴും കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ ഹിതം മാത്രം നിറവേറ്റി. മാത്രമല്ല, സർവശക്തനായ പിതാവിൻ്റെ ഹിതം ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് ഏറ്റവും താല്പര്യമായിരുന്നു. അത് ദാവീദിന് താല്പര്യമായിരുന്നു. കർത്താവായ യേശുവിന് അതൊരു ആഹാരം പോലെ താല്പര്യമുള്ള കാര്യമായിരുന്നു. നമ്മളെ സംബന്ധിച്ചും ദൈവഹിതം ചെയ്യുന്നത് ഏറ്റവും താല്പര്യമുള്ള ഒന്നായിട്ട് നമുക്ക് മാറണം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ദൈവം വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യും. യോഹന്നാൻ 4:34 യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നത് പുത്രനായ യേശുവിന് ഏറ്റവും മാധുര്യമുള്ള, ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാവി എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. നാളത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി നാളത്തെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട എന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കൊടുങ്കാട്ടിൽ വഴിയറിയാത്ത ഒരു മനുഷ്യൻ അകപ്പെട്ടാൽ അവന് പുറത്ത് കിടക്കണമെങ്കിൽ ആ കാട്ടിലൂടെ നേരത്തെ നടന്ന് പരിചയിച്ചിട്ടുള്ള ഒരു വഴികാട്ടിയുടെ സഹായം ആവശ്യമാണ്. ഈ കാട്ടിൽ ഒരു വഴികാട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പുറത്തേക്ക് കടക്കാൻ, കാടിന് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. നാം സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമുക്ക് ഒരടി പോലും മുന്നോട്ട് പോകാനുള്ള പ്രാപ്തിയില്ല, ഇത് സമ്മതിക്കുക. അതുകൊണ്ട് കർത്താവേ, ഈ കൂരിരുട്ടിൽ, ഈ കാട്ടിൽ എനിക്ക് വഴിയറിയുകയില്ല, അങ്ങ് എന്നെ ഓരോ ദിവസവും